സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എന്തിനും നമ്മുടെ നാട്ടിലെ ചായക്കടകളിൽ പോലും ചിലപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണ് ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേൾക്കുമ്പോൾ ന്യായമായ ചോദ്യമാണെന്നൊക്കെ നമുക്ക് തോന്നാം. പറഞ്ഞവർക്ക് മറ്റു രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. എന്നാലും ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്താണോ എന്ന് ചോദിച്ചാൽ 1-ാം സ്ഥാനത്താണെന്ന് തന്നെ പറയാം. നീതി ആയോഗിന്റെ കണക്ക് നോക്കിയാൽ ആരോഗ്യ മേഖലയിൽ എപ്പോഴും കേരളമാണ് 1-ാം സ്ഥാനത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് കേരളം ഈ മേഖലയിൽ മികച്ചതാകുന്നത്? സാധാരണക്കാരന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അങ്ങ് മെഡിക്കൽ കോളേജ് വരെ മികച്ച സേവനം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ്. ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിലും ഒരു ശരാശരി ആയുർദൈർഘ്യം കൂട്ടുന്നതിലും നമ്മൾ വികസിത രാജ്യങ്ങൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. സാമാന്യ ചികിത്സ നൽകുന്നതിൽ നമ്മൾ പുലികൾ തന്നെയാണ്, അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി കെയർ. എന്നാൽ ചില അത്യപൂർവ രോഗങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്കും പരീക്ഷണ ചികിത്സകൾ വേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിൽ ഉണ്ടാകാറില്ല. അത് കുറച്ച് രാജ്യങ്ങളിലെ കുറച്ച് ക്ലിനിക്കുകളിലോ ഹോസ്പിറ്റലിലോ മാത്രമേ ഉണ്ടാകാറുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നു എന്ന് പറയുന്ന അമേരിക്കയിലെ മയോ ക്ലിനിക് പോലുള്ള സ്ഥാപനങ്ങൾ നൂതനമായ ക്ലിനിക്കൽ ട്രയലുകൾക്കും ജനറ്റിക് റിസർച്ചിനും പേരുകേട്ടതാണ്. ഇന്ത്യയിൽ ഇനിയും എത്തിയിട്ടില്ലാത്ത മെഡിക്കൽ ടെക്നോളജി അവിടെ ലഭ്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിച്ചാൽ മാറില്ല എന്നുള്ളൊരു അസുഖം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ അത്യാധുനിക സർവീസുകളുള്ള ഏതെങ്കിലും ആശുപത്രിയിലോ പരിഹരിക്കാൻ പെടാത്ത കാര്യങ്ങൾ ഡോക്ടർമാർ വേറെ രാജ്യങ്ങളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ റെഫർ ചെയ്യുക തന്നെ ചെയ്യും. അത് മുഖ്യമന്ത്രിയായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ശാസ്ത്രീയമായ രീതി അങ്ങനെ തന്നെയാണ്. ചില അത്യാധുനിക ചികിത്സകൾക്കോ അല്ലെങ്കിൽ മെഡിസിനുകൾക്കോ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർക്ക് കഴിവില്ലാത്തവരായതുകൊണ്ടല്ല, മറിച്ച് കാരണങ്ങൾ ഒരുപാടുണ്ട്. ഗവേഷണ സൗകര്യങ്ങൾ, അതായത് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ദിവസേന നടക്കാറുണ്ട്. അതെല്ലാം നമ്മുടെ രാജ്യത്ത് എപ്പോഴും അവൈലബിൾ ആകണം എന്നില്ല. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയൊക്കെ ചിലവഴിച്ച് ചില ലാബുകൾ അല്ലെങ്കിൽ റോബോട്ടിക് ഉപകരണങ്ങൾ ഇതെല്ലാം അങ്ങനത്തെ രാജ്യങ്ങളിൽ പെട്ടെന്ന് ലഭ്യമാകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ മേഖല മികച്ചതാണെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ചികിത്സയും ഇവിടെ കിട്ടും എന്നല്ല, മറിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് പോലും മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. പല യൂറോപ്യൻ രാജ്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെയുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അസുഖം കൂടി ജീവൻ നഷ്ടപ്പെട്ടു പോയ ഇന്ത്യക്കാരും മലയാളികളും വരെ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം വാലിഡ് ആകുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അവിടുത്തെ ഒരു സാധാരണ ഗവൺമെൻറ് ക്ലിനിക്കും നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഗവൺമെൻറ് ക്ലിനിക്കും തമ്മിൽ കമ്പയർ ചെയ്താൽ മാത്രം മതി നമ്മൾ എത്രത്തോളം മുന്നിലാണെന്ന് മനസ്സിലാകാനായിട്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസത്തിൽ ഇപ്പോൾ ലോകത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ്? പല ചികിത്സകളും പല ശസ്ത്രക്രിയകളും ഇവിടെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ കഴിയും എന്നതുകൊണ്ടാണ്. മറ്റുള്ള വികസിത രാജ്യങ്ങളിൽ പോയാൽ അതിൻ്റെ ചിലവ് വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് കേരളത്തിൽ മെഡിക്കൽ ടൂറിസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മികച്ച ചികിത്സ ലഭിക്കും എന്നതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ ചികിത്സയും കേരളത്തിൽ ലഭിക്കും എന്നല്ല. നമ്മുടെ കേരളത്തിലോ നമ്മുടെ ഇന്ത്യയിലോ ലഭിക്കാത്ത അല്ലെങ്കിൽ അത്യാധുനിക ചികിത്സ വേണമെന്നുള്ള ആവശ്യങ്ങൾക്ക് പുറത്തു പോവുക എന്നത് മാത്രമാണ് ഓപ്ഷൻ. അത് സ്വാഭാവികം മാത്രമാണ്. അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ച് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യുന്നു, അതുകൊണ്ട് കേരളത്തിൽ നല്ല ആശുപത്രികളില്ല, കേരളത്തിൻ്റെ ആരോഗ്യരംഗം മുന്നിലല്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആരോഗ്യരംഗം നേടിയ നേട്ടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതിന് തുല്യം മാത്രമാണ്.